ഇപ്പോഴത്തെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീ ആനമക്കാരിന്റെ പുന്നാര മോളാ. നീ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിന്റെ പുന്നാരാനേ. ഇതാണ് പാഠ്യം മറക്കും. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അഞ്ചിന് പോകാൻ. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ട എഴുമക്കാക്കാടെ കൂട്ടക്കാട് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാക്കുമാടെ കല്യാണം നടക്കും. ഇവിടെ ആനമക്കാരിന്റെ പുന്നാര മോളാ. പിന്നെ എന്റെ ബാപ്പ എന്നാ കെട്ടാൻ വന്നത് അതിന്റെ പുറത്ത് ചടിച്ച ബാപ്പ വരുന്നുണ്ട്. എല്ലാം കൊണ്ടുവരും. നമ്മള് കേസ് തോറ്റു. നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. പടച്ചോന്റെയും മുത്തുനബിന്റെയും നേർച്ചക്കാരുടെയും വിധി. ഒരു നേരത്തെ നിസ്കാരം ഞാൻ ഉച്ചിട്ടില്ല. ഒറ്റ നോമ്പെങ്കിലും വിട്ടിട്ടില്ല. പെണ്ണായി പറഞ്ഞ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ആനമക്കാരിന്റെ പുന്നാര മോളാ. ആന വലിയൊരു കൊമ്പനാന. എടി നിന്റെ നാവ് നടക്കുക. കേട്ടോ, ഞാൻ ആനമക്കാരിന്റെ പുന്നാര മോളാ. നിന്റെ പൊന്നുമ്മ ഒന്ന് ചുമ്മാരി. എടി ചൂടുവെള്ളം അനത്തിയോ? ചൂടുവെള്ളം അനത്തിയിട്ടുണ്ടുമ്മ. ഉമ്മ ഞാൻ ഒന്ന് അപ്പുറത്തോട്ടെ. അപ്പുറത്ത് വലിയ താമസക്കാർ വന്ന്. ആ അധികം താമസിക്കരുത് കേട്ടോ. സുന്ദരി, നിന്റെ പേരെന്താ? നിന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധൂസേ. സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? പുല്ലു ആത്തുമ്മ. ഇന്ന് എന്തിനാ ബുദ്ധൂസ് എന്ന് വിളിച്ചാണ്? ബുദ്ധൂസേ അങ്ങനെയല്ല. എന്നെ എന്തിനു ബുദ്ധൂസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധൂസ്. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. ഇക്കാക്കാന്റെ പേരെന്താ? ഇസാർ അഹമ്മദ്. പെണ്ണിന്റെ പേരെന്താ? ആയിഷ. ഇന്ന് ഏത് ജാതിയാ? മുസ്ലിം. ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ്. അതെന്റെ കൈമല്? ഇതൊരു പെട്ടിയാണ്, പാട്ടുപെട്ടി. മക്കത്ത് കേൾക്കാവാ? ഖത്തർ, ടർക്കി, ബഹ്റൈൻ, ജർമ്മനി, അമേരിക്ക, ബാംഗ്ലൂർ, മൈസൂർ, ഇംഗ്ലണ്ട് എന്നിങ്ങനെ ലോകത്തിലെ മിക്ക സ്ഥലത്തു നിന്നും കേൾക്കാം. ബുദ്ധൂസേ, നിനക്ക് ആന ഉണ്ടായിരുന്നോ? ഇല്ല. എന്റെ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സാധനങ്ങൾ കൂലിക്ക് കയറ്റി കൊണ്ടുപോകും. ആ വണ്ടി കൊണ്ട് എന്റെ ബാപ്പയെ അദ്ദേഹം MA വരെ പഠിപ്പിച്ചു. ബാപ്പ ഇന്ന് കോളേജ് പ്രൊഫസറാണ്. ഇതാ ഈ ചിത്രത്തിലൊന്ന് നോക്കിയേ. എന്താ എഴുതിയതെന്ന് വായിക്കും. അനക്ക് അറിഞ്ഞൂടാ. എഴുത്തും വായനയും പഠിച്ചില്ല. ഞാൻ പോന്നാ, പിന്നെ വരാം. അവര് ഇസ്ലാമികളല്ല. ആനമക്കാരിയുടെ പൊന്നാര മോളാ പറയുന്നത്. അവളുമാരി തലയിൽ പൂ വെച്ചിന്. പൂ കാത് കുത്തിയിട്ടില്ല. ബാപ്പ എന്താ എന്നെ എഴുത്ത് പഠിപ്പിക്കാനേ? ഓ, എഴുത്ത് പഠിപ്പിച്ചിട്ട് പിന്നെ കാപ്പുറാക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്? ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കരുത്. പറയുന്നത് അനുസരിക്ക മാത്രം. നിർത്തിയൂടെ? നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇന്നു മുതൽ നിന്റെ ഗുരുനാഥയാണ്. നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ആ ജാതി ആ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്ക്. ബാ കൊണ്ട് തുടങ്ങുന്ന വാക്ക് പറയൂ. ബൈ. ബുദ്ധൂസേ, വഴി എന്ന് പറയണം. മറ്റൊന്ന് പറയൂ. ബൈബിളിന. വഴുതനങ്ങ എന്ന് പറയൂ. ഗൗരവമായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പറ. എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. താച്ചു, ഇതാരാ വന്നെന്ന് നോക്കി. അഹമ്മദോ? അഹമ്മദല്ല, നിസാർ അഹമ്മദ്. അല്ല, എനിക്കൊരു സംശയം. മൂർഖം പാമ്പിനെ നന്നാക്കാൻ ഒക്കുവോ? അതെന്താ?
അമ്മാതിരി വിഷമുള്ള ആളുകളുണ്ട്. കുറുക്കൻ, കുരങ്ങ്, ചെന്നായി, ഇതിനൊക്കെ സ്വഭാവ ഗുണം ഉള്ളവരെ നമ്മൾ കണ്ട്. അതിനെയൊക്കെ നിരുത്തി മനുഷ്യരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നുണ്ടല്ലോ. അതിനാ കാട് വെച്ച് പിടിപ്പിച്ചത്? അതൊന്നും കാടല്ല, 2 കൊല്ലം കഴിയട്ടെ. മാമ്പഴം, പേരക്ക, കൈതച്ചക്ക, സപ്പോട്ട എല്ലാം ഞാൻ തരും. ഓ, ഇതാരല്ല, കുട്ടികളും എത്തിയല്ലോ. എന്താ വൈദങ്ങളെ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആനമക്കാരിന്റെ പൊന്നാന മോളാ. ദുപ്പാപ്പക്ക് ഒരാന ഉണ്ടായിരുന്നു. അത് കുയ്യാനായിരുന്നു. ആനമക്കാരിന്റെ വലിയ കൊമ്പനാണ്. കുയ്യാനായിരുന്നു, കുയ്യാന. മോളെ കുഞ്ഞിപ്പത്തു, ദുപ്പാപ്പയുടെ വലിയ കൊമ്പനാന കുയ്യാനായിരുന്നു. കുയ്യാന